കഴിഞ്ഞ ദിവസം പി അൻവർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും ചെലവഴിക്കുന്ന തുകകളെ പറ്റി പത്രസമ്മേളനം നടത്തി വിളിച്ചുകൂവിയത് മാത്രമല്ല, ഒരു കുറിപ്പ് ഫേസ്ബുക്കിൽ പങ്കുവെക്കുകയും ചെയ്തു. ഇത് ശുദ്ധ തെമ്മാടിത്തരമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും സ്ഥാനാർത്ഥികളും പാർട്ടികളും ഇങ്ങനെയൊക്കെയാ ചെയ്യുന്നത്. അത് മറ്റാരേക്കാളും നന്നായി അറിയാവുന്നത് പി അൻവറിന് തന്നെയാണ്. കാരണം അൻവറും അങ്ങനെയൊക്കെ തന്നെയല്ലേ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയത്. അതുകൊണ്ടാണ് കൃത്യമായ കണക്ക് അൻവർ തന്നെ പുറത്തുവിട്ടത്. ഇനി അൻവറിന് പറയാമോ അൻവർ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടില്ലെന്ന്? കഴിഞ്ഞത് പോട്ടെ, ഇനി അൻവർ മത്സരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന തുക മാത്രമേ ചെലവാക്കാവൂ. അതറിയാനായി പലരും കാത്തിരിപ്പുണ്ട്. അൻവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് കേരളത്തിലെ ഇടതും വലതും വർഗീയവുമായ രാഷ്ട്രീയ മുന്നണികൾ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ കോടികൾ പൊടി പിടിച്ചുവെന്നും ചെലവഴിച്ചുവെന്നും ഒക്കെ അത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ടെന്നുമാണ്. നിലവിൽ അനുവദിച്ചതിന്റെ 10 മടങ്ങാണ് ഇവർ ഈ തെരഞ്ഞെടുപ്പിൽ പണം ഒഴുക്കിയത്. അതിന്റെ കണക്കുകൾ വിശദമായി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ പരാതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടത്രേ. ഈ മുന്നണികൾക്ക് ഓരോന്നിനും ഓരോ പോളിംഗ് ബൂത്ത് ഏരിയയിലും പ്രവർത്തിച്ച 5 ഓഫീസുകളുടെ വാടക, വൈദ്യുതി, ലൈറ്റ്, ബോർഡുകൾ, നടത്തിപ്പിനാവശ്യമായ മറ്റു ചെലവുകൾ ഉൾപ്പെടെ ഏതാണ്ട് 50,000-ഓളം രൂപയാണ് ചെലവ് വരിക. അങ്ങനെ നോക്കുമ്പോൾ ആകെയുള്ള 177 ബൂത്തുകളിൽ അവർ ചെലവഴിച്ചത് ഏതാണ്ട് 88 ലക്ഷം രൂപയാണെന്നാണ് കാണാൻ കഴിയുന്നത്. പല വലിപ്പത്തിലും രൂപത്തിലും മണ്ഡലത്തിലാകെ അനേകം പോസ്റ്ററുകളാണ് അച്ചടിച്ചിറക്കിയത്. പ്രിന്റ് ചെയ്തത് അത് ഒട്ടിക്കുന്നത് വരെയുള്ള പ്രക്രിയയ്ക്ക് ഒരു പോസ്റ്ററിന് ഏതാണ്ട് 20 രൂപയോളം ചെലവാകും അത്രേ. അങ്ങനെ വരുമ്പോൾ ഒരു മുന്നണിക്ക് വരുന്ന ചെലവ് ഏതാണ്ട് 8 ലക്ഷത്തിലധികം രൂപയാണ്. ബൂത്തുകളിൽ അവരവർക്കുള്ള സ്വാധീനം അനുസരിച്ച് വലിയ തുകയാണ് ചുവരെഴുത്തിന് മാത്രമായി ചെലവഴിക്കപ്പെട്ടത്. ചുവരെന്തിന് ശരാശരി 10,000 രൂപ കണക്കാക്കിയാൽ തന്നെ 177 ബൂത്തുകളിലായി 1.5 കോടിയോളം രൂപ ചെലവാക്കി. 625 രൂപ വരെയുള്ള 60-ലധികം ബോർഡുകൾ ഓരോ ബൂത്തിലും സ്ഥാപിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ സ്ഥാപിച്ച ബോർഡുകൾക്കാകെ ഈ മുന്നണികൾ ചെലവിട്ടത് 2 കോടിയിലേറെ രൂപയാണെന്നാണ് അൻവറിന്റെ കണ്ടെത്തൽ. ഏതാണ്ട് 30-ലധികം വലിയ ഹോർഡിങ്ങുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ശരാശരി 50,000 രൂപ കണക്കാക്കിയാൽ പോലും ചെലവഴിച്ചത് 54 ലക്ഷം രൂപ ആണെന്ന് കാണാം. മന്ത്രിമാർ, MLA-മാർ, രാജ്യസഭാ അംഗങ്ങൾ ഉൾപ്പെടെ 33 പേരാണ് ചേലക്കര മണ്ഡലത്തിലും പരിസരത്തും 18 ദിവസത്തോളം താമസിച്ചത്. 6,000 രൂപ പ്രതിദിന വാടകയ്ക്ക് 18 ദിവസത്തേക്ക് താമസം, ഭക്ഷണ ചെലവുകൾക്കായി ഏതാണ്ട് 60 ലക്ഷത്തോളമാണ് ചെലവായത്. 10ഓളം MLA-മാരും 10 ലോക്സഭാ അംഗങ്ങളും ഉൾപ്പെടെ ചേലക്കര നിയോജകമണ്ഡലത്തിലും പരിസരത്തുമായി UDF-ലെ 20 അംഗങ്ങളാണ് 18 ദിവസം ഇവിടെ തങ്ങി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. റൂം വാടക, ഭക്ഷണപാനീയങ്ങൾ എന്നിവയ്ക്കായി ചെലവഴിക്കപ്പെട്ടത് ഏതാണ്ട് 25 ലക്ഷം രൂപയാണ്. ഇങ്ങനെ പോകുന്നു അൻവർ നിരത്തിയ കണക്കുകൾ. ഇത് വളരെ കുറച്ചു മാത്രമേ പറഞ്ഞുള്ളൂ. ഇതിൽ കൂടുതൽ ഒത്തിരി ചെലവുകളുടെ കാര്യം അൻവർ അതിനകത്ത് പറയുന്നുണ്ട്. ഇത് അൻവറിനും ബാധകമാണെന്ന് ഓർമ്മ വേണമെന്നേ എനിക്ക് പറയാനുള്ളൂ. ഇവിടെ മാത്രമല്ല, രാജ്യത്താകമാനം ഈ കണക്കിനാണ് പണം ചെലവാക്കുന്നത്. അല്ലാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന പോലെയല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന തുക മാത്രം ചെലവാക്കി പ്രചാരണം നടത്താൻ പറ്റുമോ? എന്താ അൻവറെ ഇങ്ങനെയൊക്കെ കൊച്ചുകുട്ടികളെ പോലെ വിളിച്ചു പോകുന്നത്? കുറച്ചുകൂടി പക്വത കാണിക്കുക.